ആപ്പിൾ iOS 17.2.1 അപ്ഡേറ്റ് റിലീസ് ചെയ്തതിനു ശേഷം താമസിക്കാതെ തന്നെ റിലീസ് ചെയ്ത അപ്ഡേറ്റ് ആണ് ആപ്പിളിൻ്റെ 17.3 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ്. 17.3 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് നിലവിലുള്ളത് ബേറ്റയിലാണ്. ബേറ്റ 3 ആണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 17.3 ബേറ്റ 3 അപ്ഡേറ്റ് വന്ന സൈസ് എന്ന് പറയുന്നത്. 789 MB ആണ് നമ്മുടെ ഐഫോൺ 14 പ്രോയിൽ വന്നിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകളനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസ് വേരി ചെയ്യും. ശ്രദ്ധിക്കുക, ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചേക്കുന്നത് ഡെവലപ്പർ ബേറ്റ അഥവാ പബ്ലിക് ബേറ്റ, iOS 17 ഡെവലപ്പർ ബേറ്റ ഓർ പബ്ലിക് ബേറ്റ റൺ ചെയ്യുന്ന ഡിവൈസുകൾ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നോർമൽ ബാക്കിയുള്ള ഡിവൈസുകളൊന്നും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കത്തില്ല. ഇനി ഇതിൻ്റെ ബിൽഡ് നമ്പറിലേക്ക് പോകും. സെറ്റിംഗ്സ് എബൌട്ടിനകത്ത് നമുക്ക് ഇതിൻ്റെ വേർഷൻ നമ്പർ കാണാൻ സാധിക്കും. 21D5044A എന്നുള്ളതാണ്. സോ ഏറ്റവും അവസാനത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് A ആയതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് RC റിലീസ് കാൻഡിഡേറ്റ് വേർഷനിലേക്ക് അടുത്തിട്ടുണ്ട്. സോ താമസിക്കാതെ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ പബ്ലിക് റിലീസ് 17.3 അപ്ഡേറ്റിൻ്റെ പബ്ലിക് റിലീസ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇനി 17.3 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ iOS 17 അനൗൺസ് ചെയ്ത സമയത്ത് പോലും മെൻഷൻ ചെയ്യാത്ത ഒരു അടിപൊളി സെക്യൂരിറ്റി ഫീച്ചർ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ എല്ലാം ഡിവൈസിൽ ലഭിക്കുന്നതായിരിക്കും. അതാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വാൾ സ്ട്രീറ്റ് ജേണൽ വളരെ റീസെൻ്റ്ലി അവർ കൊണ്ടുവന്ന ഒരു ആർട്ടിക്കിൾ, ആ ഒരു ആർട്ടിക്കിളെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഫീച്ചർ വരാനുള്ള കാരണം. ഇതാണ് ആർട്ടിക്കിൾ ഹീ സ്റ്റോളൻ ഹൺഡ്രഡ്സ് ഓഫ് ഐഫോൺസ് ആൻഡ് ലൂട്ടഡ് പീപ്പിൾസ് ലൈഫ് സേവിങ് എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളിൽ എങ്ങനെയൊക്കെയാണ് ഐഫോൺ മോഷ്ടിക്കുന്നത്, അങ്ങനെ മോഷ്ടിക്കുന്ന ഐഫോണിലൂടെ എങ്ങനെയാണ് ഈ ഒരു വിക്ടിംസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഡേറ്റാസ് ഇതെല്ലാം ആക്സസ് ചെയ്തുകൊണ്ട് അവർ പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ആപ്പിൾ അതിനൊരു റെസ്പോൺസ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യാമെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക, അതിൽ നമ്മളെ ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുക, നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇതിൽ ടേൺ ഓൺ ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരും. ഇവിടെ ഈ ഒരു ഫീച്ചറിൻ്റെ സകല ഡീറ്റെയിൽസും ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ഫേസ് ID, ആക്സസിങ് യുവർ സേവ്ഡ് പാസ്വേഡ് റിക്വയർഡ് ഫേസ് ID ടു ബി ഷുവർ ഇറ്റ്സ് യു. കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ മോഷ്ടാക്കൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ മോഷ്ടിക്കുന്നതിന് മുന്നേ വളരെ കെയർഫുള്ളി ഈ ഒരു യൂസറിൻ്റെ ആക്ടിവിറ്റീസ്, അതായത് ആ ഫോൺ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഫോണിൻ്റെ പാസ്കോഡ് അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്കറിയാം ഫേസ് ID ഡിസേബിൾ ആയി കഴിഞ്ഞാൽ 2-3 തവണ നമ്മുടെ പോക്കറ്റിൽ ഇരുന്ന് നമ്മുടെ ഫോൺ ഓൺ ആകുന്ന സമയത്ത് ഫേസ് ID റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫേസ് ID ഡിസേബിൾ ആകും. അങ്ങനെ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫോൺ ഓൺ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത് വളരെ വിജിലൻ്റ് ആയിട്ട് അവർ വാച്ച് ചെയ്യുകയും ആ പാസ്വേഡ് മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അവർ ആ ഒരു ഡിവൈസ് മോഷ്ടിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, നമ്മളുടെ പേഴ്സണൽ സർക്കിളിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ നമ്മളുടെ ഫോണിൻ്റെ പാസ്വേഡ് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാൻ പറ്റും. അവിടെയും നമുക്ക് ഈ പറഞ്ഞൊരു ത്രെഡ് ഒളിഞ്ഞു നിൽപ്പുണ്ട്. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റ ചിലപ്പം എന്തെങ്കിലും ഒരു വെഞ്ചിൻസിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ ഇവർക്ക് ആക്സസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ലഭിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മുന്നോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമുക്കും ഫേസ് ചെയ്യേണ്ട വന്നേക്കാം. ഇതിപ്പം മോഷ്ടിച്ചുകൊണ്ട് പോയി മാത്രമല്ല മറ്റ് രീതിയിലും നമുക്ക് ഫേസ് ചെയ്യേണ്ട വന്നേക്കാം. സോ അവിടെയാണ് ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടുന്ന ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് അറിയാവുന്നവർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ ഒരു നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകും. അതിൽ നമുക്കറിയാം ഈ ഒരു സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫേസ് ID പാസ്കോഡോ ഒന്നും ഇല്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ആപ്പിൾ ഐഡിയുടെ പാസ്കോഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സൈൻ ഇൻ സെക്യൂരിറ്റി ഓപ്ഷനിൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഡയറക്റ്റ് ആപ്പിൾ IDയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഐഫോണോ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അതിൽ ഏറ്റവും വലിയൊരു തലവേദനയാണ് ആപ്പിൾ ID എന്നുള്ള ആ ഒരു ഊരാക്കുടുക്ക്. കാരണം ആപ്പിൾ IDയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പിന്നീട് നിങ്ങൾക്ക് ആക്ടിവേഷൻ മോഡിലോ അല്ലെങ്കിൽ ലോസ്റ്റ് മോഡിലോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം കംപ്ലീറ്റ് ആക്സസും എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ ആപ്പിൾ IDയുടെ പാസ്വേഡും കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ഐക്ലൗഡിലുള്ള ഡേറ്റ, സേവ് ചെയ്തേക്കുന്ന ഫോട്ടോ, വീഡിയോ, ഈവൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പാസ്വേഡ്സ് എന്ന ഓപ്ഷനിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ ധാരാളം സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം പാസ്വേഡുകൾ, യൂസർ ID ഇതെല്ലാം ഇവർക്ക് ലഭിക്കുകയാണ് ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ. ആ ഒരു സംഭവം തടയാൻ അതിന് പറ്റുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോളൻ
ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതോടെ നിങ്ങളുടെ ഡിവൈസിൽ ലഭിക്കുന്ന എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇനി ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്താൽ നമുക്ക് ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആരെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് മനസ്സിലാക്കി ഇവർ ഈ ഫോൺ കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചിന്തിക്കാനുള്ളൂ, സെറ്റിങ്സിലേക്ക് പോവുക, ഈ ഫേസ് കോഡ് ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഇവിടുന്ന് ഓഫ് ചെയ്താൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ അവിടെ നേരിടാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ഇത് സെറ്റപ്പ് ചെയ്തു, ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ടേൺ ഓൺ ചെയ്തേക്കുവാണ്. ഇനി നമ്മളിത് ഡിസേബിൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഫേസ് ഐ ഡി ഇല്ലാതെ നമുക്കിത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. സോ നമ്മുടെ ബയോമെട്രിക്, അതിപ്പം ഫേസ് ഐ ഡി ആയിക്കോട്ടെ, നമ്മുടെ ടച്ച് ഐ ഡി ആയിക്കോട്ടെ, ഇതില്ലാതെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ ഫേസ് ഐ ഡി നമ്മളെപ്പം എനേബിൾ ചെയ്യുന്നോ എനേബിൾ ആക്കി കഴിഞ്ഞാൽ പോലും ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി ഡിലേ റിക്വയർഡ് ടു ചേഞ്ച് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു മറ്റൊരു സ്പ്ലാഷ് സ്ക്രീനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണാം ഈവൻ തോ നിങ്ങളുടെ ഫേസ് ഐ ഡി വെച്ച് നിങ്ങളത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. ഏകദേശം 1 hour ഡിലേ ആണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു ലൊക്കേഷനിൽ വെച്ചാണ് ഈ ഒരു ചേഞ്ച് നടത്താൻ നോക്കുന്നതെങ്കിൽ ഈ ഒരു 1 hour ഡിലേ നമുക്ക് കാണിക്കുന്നതായിരിക്കും. അതായത് ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷനിൽ വെച്ചാണ് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോം ലൊക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് ലൊക്കേഷൻ, ഇതിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ വളരെ ഡിലേ കൂടാതെ തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളത് കണ്ടിന്യൂ കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം 1 hour ആണ് ഡിലേ കാണിക്കുന്നത്. ഇതേ മാർഗം തന്നെയായിരിക്കും നമ്മളിവിടെ ഈ ഫോൺ കൈക്കലാക്കി കഴിഞ്ഞ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയാലും ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കിയാലും ആ ഒരു 1 hour സെക്യൂരിറ്റി ഡിലേ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഓർക്കണം, ഈ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഐ ഡി വേണം. ഫേസ് ഐ ഡി ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഒരു 1 hour ഡിലേ കാണിക്കുന്നത്. ഈ ഒരു 1 hour ഡിലേ എന്തിനാണെന്ന് വെച്ചാൽ ഈ 1 hour കൊണ്ട് ഈവൻ തോ ഈ ഒരു മോഷ്ടിച്ച ആൾ ഈ ഫോൺ എടുത്തുകൊണ്ട് പോയാലും നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ ഐ ഡി കംപ്ലീറ്റ്ലി സെക്യൂർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഡിവൈസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫർദർ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ഐ ഡി വേണം. ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്താൽ, ഫേസ് ഐ ഡിയോ ടച്ച് ഐ ഡിയോ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പിലേക്ക് പോലും പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഡിവൈസ് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പം ഡിവൈസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ പാസ്വേഡുകൾ, യൂസർ ഐ ഡി, ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മളുടെ പേഴ്സണൽ ഫോട്ടോ, വീഡിയോ, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഐക്ലൗഡിൽ എന്തൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ, സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത് ഇതിൽ കൊണ്ടുവരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റ് ആണ്. നമുക്ക് iOS 17.2 ആപ്പിൾ ഈ ഒരു ഫീച്ചർ ഇനീഷ്യലി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ വെച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പം വളരെ റീസെൻ്റ്ലി ഇപ്പോൾ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫോർ കമ്പാരിസൺ നമ്മളിപ്പം iPhone 15 Proയിലുള്ള നമ്മൾ 17.2.1 അപ്ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ആ കൊളാബറേറ്റീവിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കത്തില്ല. ഇവിടെ iOS 17.3 നമുക്കൊരു കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റ് ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഷെയർ ചെയ്യുന്നതിലൂടെ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത് വന്നത് മൈനർ ചേഞ്ച് ആണ്. നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിങ്ങളിപ്പോൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ്ലി നമുക്ക് ഈ ഒരു സാധനം കാണാൻ സാധിക്കത്തില്ലായിരുന്നു. ഏറ്റവും ടോപ്പിൽ ഇപ്പം ടുഡേ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോയി കഴിയുമ്പം അവിടെ സൈഡിൽ നമുക്ക് ആ ഒരു ഡേറ്റും ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇത് സെർവർ സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ 17.3 ഒരു ഫീച്ചർ ഓഫ് ഫങ്ഷണാലിറ്റി ഒന്നുമല്ല. നിങ്ങൾ ഏത് ഡിവൈസിൽ ഇപ്പം നോക്കിയാലും ആപ്പ് സ്റ്റോർ ഓപ്ഷനിൽ ടുഡേ ഓപ്ഷനിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഡേറ്റും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 17.3 അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവരുന്ന ഏതാനും ചില ഫീച്ചേഴ്സ്. ഇനി എന്ന് നമുക്ക് 17.3 അപ്ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം? ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ആഴ്ച, ഈ വീക്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു RC വെർഷൻ, കാരണം ഇപ്പം ആൽഫബറ്റ് നോക്കുവാണെങ്കിൽ Aയിലാണ് നിൽക്കുന്നത്. ഈ വീക്കിൽ തന്നെ ഏറ്റവും അവസാനം നമുക്ക്, അല്ലെങ്കിൽ ഈ വീക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു RC വെർഷൻ, റിലീസ് കാൻഡിഡേറ്റ് വെർഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതിനെ തുടർന്ന് വരുന്ന നെക്സ്റ്റ് വീക്കിൽ, അതായത് ഈ മന്ത് അവസാനത്തോടെ നമുക്കിതിൻ്റെ ഒരു പബ്ലിക് വേർഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ വേർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 17.3 ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 17.3 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ, ബീറ്റ അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനെ തുടർന്ന് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ 17.3 പറ്റി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മലൻ. Catch you guys next video. Till then, peace.